തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ചത് ക്രൂരമർദ്ദനത്തെ തുടർന്ന്. കുഞ്ഞിന് ആന്തരിക രക്തസ്രാവം. അമ്മയും ആൺസുഹൃത്തും പോലീസ് കസ്റ്റഡിയിൽ. കുട്ടി നിരന്തരം മർദ്ദനത്തിന് ഇരയായിരുന്നുവെന്ന് പോലീസ്. മാസപ്പടി കേസിൽ വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ ഇഡി. റെയ്ഡിൽ ശേഖരിച്ച തെളിവുകൾ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ നൽകും. റെയ്ഡിലെ അതിക്രമത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. CPM ശ്രമിച്ചത് കലാപമുണ്ടാക്കാനെന്ന് ആഭ്യന്തരമന്ത്രി. സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. ജൂൺ 3 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിൽ കനത്ത മഴ. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട്. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി. ഇടുക്കി കീരിത്തോടിൽ 17 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കർണാടകയെ നയിക്കാൻ DK ശിവകുമാർ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പേര് നിർദ്ദേശിച്ചത് സിദ്ധരാമയ്യ. ജൂൺ 3 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 2 ഉപമുഖ്യമന്ത്രിമാർക്ക് സാധ്യത. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലം SITക്ക്. പാളികൾ മാറ്റിയതായി കണ്ടെത്തിയില്ലെന്ന് സൂചന. അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ദേവസ്വം മന്ത്രി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള ഗൗരവത്തിലെടുക്കുമെന്നും കെ മുരളീധരൻ. മനുഷ്യജീവനെടുത്ത് വീണ്ടും ആനക്കലി. അതിരപ്പള്ളിയിൽ പുല്ലേർക്കാട് സ്വദേശി മോഹനനെ ആന ചവിട്ടിക്കൊന്നു. ഫെൻസിംഗ് തകരാർ പരിഹരിക്കാത്തതിൽ വഴി തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. യോഗം വിളിച്ച് വനമന്ത്രി.